السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله يا عباد الله اتقوا الله. وعن أبي سعيد الخدري رضي الله عنه قال: خرج رجلان في سفر فحضرت الصلاة فليس معهما ماء فتيمما صعيدا طيبا فصليا ثم وجد الماء في الوقت فأداءها أحدهما الصلاة والوضوء ولم يعد الآخر ثم أتيا رسول الله صلى الله عليه وسلم فذكر ذلك له فقال للذي لم يعد أسبت السنة وأجزيته الصلاتك وقال للذي تولأ وعداها لك الأجر مرتين. അബൂ ദാവൂദ് വന്നസായി റഹ്മത്തുള്ളാഹി അലൈഹിം. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഒരുപോലെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ, ആമീൻ. കുളിക്കും ഉളൂവിനും പകരമായി നിർവഹിക്കുന്ന തയമ്മുമിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി തയമ്മും നഷ്ടപ്പെടുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കുമ്പോൾ ഉളൂ നഷ്ടപ്പെടുന്ന ഏതെല്ലാം കാരണങ്ങളുണ്ടോ ആ കാരണങ്ങൾ കൊണ്ടൊക്കെയും തയമ്മും നഷ്ടപ്പെടുന്നതാണ്. പണ്ടുള്ള കാരണവന്മാർ തന്നെ പറഞ്ഞു വന്നിരുന്നൊരു ശീലമുണ്ട്: വെള്ളം കണ്ടാൽ തയമ്മും ബാത്തിലാകുക എന്നുള്ളത്. കാരണം വെള്ളം കിട്ടാതെയാകുക, വെള്ളം ഉപയോഗിക്കാൻ പറ്റാതെയാകുക, അതല്ലെങ്കിൽ വെള്ളം ഉപയോഗിച്ചാൽ പ്രയാസം നേരിടുന്നൊരവസ്ഥയുണ്ടാകുക. ഇത് എപ്പോൾ നീങ്ങി കഴിഞ്ഞോ അതോടുകൂടി തന്നെ ആ തയമ്മും ചെയ്യേണ്ടുന്ന നിബന്ധനയും നീങ്ങി അതില്ലാത്ത അവസ്ഥയിലേക്ക് മടങ്ങണം. എന്നാൽ തയമ്മും ചെയ്തു ഒരാൾ, ഉദാഹരണമായിട്ട് ളുഹർ നിസ്കരിച്ചു, വെള്ളം കിട്ടാതെയാണ് നിസ്കരിച്ചത്, യാത്രയിലാണ്, അങ്ങനെ കുറച്ച് കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് മുന്നോട്ട് പോയപ്പോഴാണ് എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു സ്ഥലത്തെത്തിപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വസ്വാസ് കുറച്ചൊക്കെ ഉള്ള ആൾക്കാർക്ക് തോന്നും, നമ്മളിപ്പോൾ ഇവിടുന്ന് തയമ്മും ചെയ്തിട്ടല്ലേ ചെയ്തു നിസ്കരിച്ചത്, ഇവിടെ സമൃദ്ധമായിട്ട് വെള്ളമുണ്ട്, പുഴയുണ്ട്, അല്ലെങ്കിൽ അതിനെ പറ്റുന്ന ഹോട്ടലിലാണ് നമ്മൾ കയറിയിട്ടുള്ളത്, എല്ലാ സൗകര്യവും, വാഷ്റൂമും പ്രയർ ഹാളും ഒക്കെ ഉണ്ട്. ഇനി എന്ത് ചെയ്യാം, ഇങ്ങനെ മടക്കി നിസ്കരിച്ച് കളയാം. ചില മുസാഫിറുകൾക്കും അങ്ങനെ തോന്നും. ളുഹറിന് പുറപ്പെട്ട് അസറിന് യാത്ര ചെയ്ത് ഇങ്ങനെ എത്തിപ്പെടുന്ന സമയത്താണ് കറക്റ്റ് സമയം ഒരു അസറിൻ്റെ ജമാഅത്തിന് ഏതെങ്കിലും ഒരു പള്ളിയിലാണ് എടുക്കുന്നുവെങ്കിൽ ഇനിയിപ്പോൾ ഏതെങ്കിലും എടുത്തില്ല, ഇനി അതിൻ്റെ കൂടെ ജമാഅത്ത് നിസ്കരിക്കാം. അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും ഒരു റുഖ്സ തന്നാൽ അതൊരു ഹദിയയാണ്, ഒരു എതിർ. അത് ഉപയോഗപ്പെടുത്തുക എന്നതാണ് ഏറ്റവും ഖൈറായിട്ടുള്ളത്, ഏറ്റവും അഫ്ളലായിട്ടുള്ളത്. അത് സ്വീകരിക്കുക എന്നുള്ളത് വിശ്വാസികളുടെ ഒരു ബാധ്യതയുമാണ്. അപ്പം അങ്ങനെ വന്നാൽ പിന്നീട് നിർവഹിച്ച ഇബാദത്തുകളൊന്നും എന്ത് ചെയ്യേണ്ടതില്ല, മടക്കി നിർവഹിക്കേണ്ടതില്ല. എന്നാൽ ചെയ്താലും അതൊരു കുറ്റകരമല്ല, മറിച്ച് എന്താവുന്നു, സുന്നത്തിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ആൾക്കാരെയാണ് മുഹബ്ബു സുന്നകൾ എന്ന് പറയാം. അതാണ് ചെയ്യേണ്ടത് എന്ന് നാം മനസ്സിലാക്കുക. അപ്പോൾ ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി ഏത് കാര്യവും എന്നുള്ളത് കൂടി ചേർത്തി വായിക്കാം. ഇമാം അബൂ ദാവൂദ് നസായി റിപ്പോർട്ട് ചെയ്യുന്ന അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിൽ നിന്നൊരു സംഭവമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ഖറജ റജുലാനി, രണ്ടു മനുഷ്യർ പുറപ്പെട്ടു, ഫി സഫർ, ഒരു യാത്രയിൽ. ഫഹദറത്തി സ്വലാത്ത്, എന്നിട്ട് അവർക്ക് നമസ്കാരത്തിന് സമയമായി. വലൈസ മഅഹുമാ മാഉൻ, അവർക്ക് രണ്ടുപേർക്കും വുളൂ ചെയ്യാനുള്ള വെള്ളം കിട്ടിയതും ഇല്ല. ഫതയമ്മമാ സഈദൻ ത്വയ്യിബൻ, അപ്പോൾ അവരെന്ത് ചെയ്തു, ശുദ്ധമായ ഭൂമുഖത്ത് വെച്ച് അവർക്ക് തയമ്മം ചെയ്യാൻ അറിയാവുന്ന രൂപത്തിൽ ചെയ്തു. ഫസല്ലയാ, എന്നിട്ട് അവർ രണ്ടുപേരും നിസ്കരിക്കുകയും ചെയ്തു. സുമ്മ വജദൽ മാഉ ഫിൽ വഖതി, ആ വഖത്ത് തീരുന്നതിന് മുമ്പ് തന്നെ, അതിൻ്റെ അവ്വൽ വഖത്തിൽ തന്നെ മറ്റൊരു സന്ദർഭത്തിൽ അവർക്ക് എന്ത് ചെയ്തു, വെള്ളം കാണുകയും ചെയ്തു. അപ്പോൾ ഒരാൾ വസ്വാസിൻ്റെ ഒരാളാണ്, ഒരാൾ യഖീൻ്റെ ഒരാളാണ്. അതുകൊണ്ട് ഒരാൾ ഒന്നു കൊടുത്തിട്ട് ആ നിസ്കരിച്ച നിസ്കാരം ഒന്ന് മടക്കി നിസ്കരിച്ചു. വലം യുഅദിൽ ആഖിറു, രണ്ടാമത്തെ ആൾ മടക്കി നിസ്കരിച്ചതുമില്ല. സുമ്മ അതയാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫദകറ ദാലിക ലഹു, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ അവർ രണ്ടുപേരും തിരിച്ചെത്തുകയും അത് ആ സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയും ചെയ്തു. ഫഖാല ലില്ലദി ലം യുഅദു, മടക്കി നിസ്കരിക്കാത്ത ആളോട് ആദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസബത സുന്ന, നീ സുന്നത്ത് പിൻപറ്റി, നിനക്കതിൻ്റെ കൂലി കിട്ടി. വജിസാത്തുക സലാത്തുക, നിന്റെ നിസ്കാരത്തിന്റെ കൂലി നിനക്ക് കിട്ടിയെന്ന് പറഞ്ഞു. ഈ സുന്നത്ത് അനുസരിച്ചാണ് ആദ്യം നിസ്കരിച്ചത്, മടക്കിയില്ലല്ലോ. വഖാല ലില്ലദി തവല്ലഅ വഅഅദ,
മടക്കുകയും ഒന്നു ചെയ്ത് മടക്കുകയും അത് നിസ്കരിക്കുകയും ചെയ്ത ഒരാളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, രണ്ടും ഒരു സന്ദർഭത്തിൽ ഒരു കൂട്ടത്തിലുള്ള ആൾക്കാരല്ലേ, ലക്കൽ അജ്റു മറത്തൈൻ, നിനക്ക് 2 കൂലിയുണ്ട്. നീ ആദ്യം നിസ്കരിച്ചതിനും കൂലിയുണ്ട്, രണ്ടാമത്തേനും കൂലിയുണ്ട്. അപ്പോൾ കൂലി കൂടുതൽ കിട്ടും എന്ന് വിചാരിച്ച് രണ്ടാമത് നിർവഹിക്കണം എന്നല്ല, അത് ആ സന്ദർഭത്തിലും സാഹചര്യത്തിലും ആ ആളുകളോട് പ്രത്യേകമായി പറഞ്ഞതാണ് ഇതുകൂടി മനസ്സിലാക്കുക. ഏതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുമ്പോൾ ഖബർ ഉള്ളൊരു സ്ഥലം, അത് സഹാബത്തിന് അറിയില്ല ഇത് ഖബറുണ്ടോ ഇല്ലേ എന്നുള്ളത്. റസൂലുള്ള പെട്ടെന്ന് അവിടെ സ്ട്രൈക്ക് ചെയ്ത പോലെ നിന്ന് പെട്ടെന്നൊരു തണ്ട് കൊണ്ടുവന്നിട്ട് അത് പൊളിച്ചിട്ട് 2 സ്ഥലത്തും കുത്തി. സഹാബത്ത് കൊണ്ട് നോക്കിക്കുന്നു, ഇപ്പം എന്താ പരിപാടി? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഇത് 2 മനുഷ്യന്മാരുടെ ഖബറാണ്, 2 പേരെയും ഖബർ ശിക്ഷയിൽ ഇങ്ങനെ വിധേയമാകുന്നത് ഞാനിങ്ങനെ കേൾക്കുക. ഒന്നാമത്തെ ആള് നേരത്തെ പറഞ്ഞ പോലെ കുറച്ചൊരു വസ്വാസമുള്ള ആളാണ്. ആൾ നിസ്കാരം കഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ട് മൂത്രം പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു പോകാതെ അവിടുന്ന് അത് ഓടിപ്പടഞ്ഞ് വന്ന് നിസ്കരിക്കാൻ തുടങ്ങും. പക്ഷെ നജസ് അയാളുടെ തുണിയിലോ ശരീരത്തിലോ എവിടെയെങ്കിലും ഉണ്ടാവും. അങ്ങനെ നജസുമായി നിസ്കരിക്കുന്ന ഒരാളാണ്. നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത്, സൂക്ഷിക്കേണ്ട ഒരു കാര്യം, എത്ര ഏത് രൂപത്തിലായിരുന്നാലും ഇല്ലെന്ന് ഉറപ്പുവരുത്തുക. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ സമയമായിട്ടുണ്ട്, ഞാൻ സൊഫിലാണുള്ളത്, വളരെ വ്യക്തമായി തെറ്റാതെ വളയാതെ നിൽക്കുന്നതൊക്കെ പറഞ്ഞ് ഉറപ്പിച്ച് നിൽക്കുന്നത് പോലെ, നെയ്യത്തൊക്കെ മനസ്സിൽ കരുതുന്നത് പോലെ കരുതുന്ന ഒരു കാര്യം. എൻ്റെ ശരീരത്തിലോ വസ്ത്രത്തിലോ നജസ് ഇല്ല. ഇനി യാദൃശ്ചികമായിട്ട് വല്ല വല്ലിക്കാട്ടൊക്കെ ഉണ്ടായി, കുപ്പായത്തിന് കൂടെ അറിഞ്ഞില്ല, അവിടെ തന്നെ ഇരുന്ന് ഉണങ്ങിപ്പിടിച്ച് പറ്റിപ്പിടിച്ച് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഒരാൾ കാണിച്ചിരുന്നതാ ഉണ്ട് എന്ന് പറഞ്ഞാൽ അയാൾ നിസ്കാരം ബാത്തിലാവില്ല എന്നർത്ഥം. അങ്ങനെ അയാൾ അറിയാതെയാണ്, പിന്നെ അത് അത്ര വലിയൊരു നൈസായിട്ടോ അല്ലെങ്കിൽ വലിയൊരു മാലിന്യമായിട്ടോ അല്ല എന്ന രൂപത്തിലാണ് എങ്കിൽ. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം നിർവഹിച്ചാൽ ആ പഠിപ്പിച്ച ആ മേഖലയിൽ എത്തി അവിടെ നിൽക്കുക എന്നുള്ളതാണ്, അതിൻ്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പോകാതെ. അപ്പൊ ഇത് അങ്ങനെയാണ്, ഒരാൾ ബൗലിൽ നിന്ന് പരിപൂർണമായി മുക്തനല്ല എന്നുള്ളത് കൊണ്ട് അതിനെ ഇബാദത്ത് നിർവഹിച്ചു, അതിനാണ് ഖബറിൽ ശിക്ഷ കിട്ടുന്നത്. അള്ളാഹു നമ്മയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. മറ്റൊന്നും അയാൾ ഗീബത്തും നിയമത്തും പറയുന്ന ഒരാളാണ് എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പൊ അവർക്ക് 2 പേർക്കും ഖബർ ശിക്ഷ കിട്ടാതിരിക്കാൻ വേണ്ടി റസൂൽ ഒരു ഈത്തപ്പനയുടെ മട്ടലിങ്ങനെ പൊളിച്ചിട്ട് 2 ഭാഗത്തും കുത്തി. അതാണ് ഇപ്പം നമ്മുടെയൊക്കെ നാട്ടിൽ ഏത് പ്രതികൂലമായ സാഹചര്യത്തിലും ഒരു അഞ്ചന എന്ന് പറഞ്ഞിട്ട് ചെടിയുണ്ട് പല ഭാഗത്ത്. ചില ഭാഗത്ത് അതിന് കൊട്ടക്കള്ളി എന്ന് പറയും, പല ഭാഗത്ത് കള്ളിത്തറി എന്ന് പറയും. ഇതൊക്കെയാണ് ഖബറിന്റെ തലഭാഗത്തോടെ കുത്തിയിടുക. ആൾക്കാർ ഇതുള്ളിടത്തോളം കാലം പിന്നെ ഈ ഖബർ കിടക്കുന്ന ആൾക്കാർക്ക് ഒരു ശിക്ഷ ഉണ്ടാവില്ല. അത് ആ 2 പേർക്ക് മാത്രം ഖാസാക്കിയ കാര്യമാണ്. വേണമെങ്കിൽ തിരിച്ചറിയാൻ വേണ്ടി ഒരു കല്ല് തലയുടെ ഭാഗത്തൊക്കെ കുത്തി വെക്കാമെന്ന് മാത്രം. അതാണ് പിന്നീട് മീസാൻ കല്ലൊക്കെ ആയിട്ട് വളർന്നു വന്ന്, പിന്നെ നാട്ടുകല്ലിലൊക്കെ പറഞ്ഞ സ്ഥലം കണ്ടിട്ടില്ലേ, അത് മീസാൻ കല്ലുകൾ വളർന്നു വന്നാത്രേ. അമ്പകുന്ന് ബീരാനൂലിയപ്പോൾ പോയിട്ട് തല്ലി പൊട്ടിച്ചപ്പോൾ നിന്നു എന്നൊക്കെയാണ് അതിൻ്റെ പേരുള്ള ചരിത്രം. അപ്പോൾ ആജാദി മീസാൻ കല്ല് ഇപ്പോൾ കുന്നംകുളത്തൊക്കെ പോകുമ്പോൾ കാണാൻ പറ്റും, മീസാൻ കല്ല് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും 2-3 ആൾക്കാരെ ഹൈറ്റ്. ഇതൊക്കെ താങ്ങി പിടിച്ച് കൊണ്ടുവന്ന് കുത്തിപ്പറിച്ച് വെക്കുന്ന അവസ്ഥ ഇല്ല എന്നതുപോലെ തന്നെ ഇവിടെയും ഈ 2 ആളുകളോട് ഒരാൾ ഒന്നു ചെയ്ത് നിസ്കരിച്ചപ്പോൾ അയാളോട് പറഞ്ഞു, നിനക്ക് 2 കൂലിയുണ്ട്, ഒന്നു ചെയ്തില്ല, ആ നിസ്കാരം മടക്കി നിസ്കരിച്ചില്ല, നീ സുന്നത്തിനോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരാളാണ് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുകയില്ല. അപ്പോൾ തയമ്മും ബാത്തിലാകുന്ന കാര്യങ്ങൾ ഒന്നു നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്ന് സാമാന്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും ഇബാദത്തും അമലും അതിനനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മാനുഷികമായി വന്നു പോകുന്ന എല്ലാവിധ അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തന്ന് ഇരു ലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ. അവയ്ക്ക് പകരമായി നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായ ആളുകൾക്ക് ഷാഫിയായ റബ്ബ് ആജലും കാമിലുമായ ശിഫയും സമാധാനവും ആഫിയത്തും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ പരസഹായം കൂടാതെ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താഖത്തും ആഫിയത്തും അള്ളാഹു എല്ലാവർക്കും എല്ലായ്പ്പോഴും നൽകി അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള മുത്തഖീങ്ങളായി ജീവിക്കുവാനും ജീവിതാന്തം വരെ ആ തഖ്വ കാത്തു സൂക്ഷിക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്ത് അഫ്ദലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി കണ്ണടച്ച് ഭരിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മോട് ദുആയ്ക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു എളുപ്പമാക്കി അവരെയും നമ്മയും അനുഗ്രഹിക്കും.
അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഉപജീവനത്തിൽ അള്ളാഹു പ്രവിശാലമായവന്റെ ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ്സാലികളും സുദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.